നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. പാലായിൽ വ്യത്യസ്തമായ വാഹനാപകടങ്ങളിൽ 2 ജീവൻ പൊലിഞ്ഞു. ഉഴവൂരിൽ ബൈക്ക് മിനി ലോറിയിൽ തട്ടി യുവാവ് മരിച്ചു. ഉഴവൂരിന് സമീപം പിഴകിൽ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടമായത് കങ്ങഴ സ്വദേശി സജിത്തിന്. പാമ്പാടി കുറ്റിക്കലിൽ PWD റോഡ് നിർമ്മാണത്തിലെ അപാകത. നാട്ടുകാർ പ്രതിഷേധത്തിൽ. അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഏറ്റുമാനൂർ സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ സിഡ്കോ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റേഷൻ സെന്റർ തുറന്നു. മാർക്കറ്റിംഗ്, റോ മെറ്റീരിയൽ ഡിവിഷനുകൾ മാറ്റും. വാർത്തകൾ വിശദമായി. ഉഴവൂരിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. വെളിയന്നൂർ വന്ദേമാതരം വട്ടപ്പുഴക്കാവിൽ അരുൺ ഗോപിയാണ് മരിച്ചത്. അരുൺ സഞ്ചരിച്ച ബൈക്ക് നിർത്തിയിട്ടിരുന്ന മിനി ലോറിയിൽ ഇടിച്ചാണ് അപകടം. ഉഴവൂരിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരണപ്പെട്ടു. വെളിയന്നൂർ വന്ദേമാതരം വട്ടപ്പുഴക്കാവിൽ അരുൺ ഗോപിയാണ് മരണമടഞ്ഞത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ഉഴവൂർ ടൗണിൽ വെച്ചാണ് യുവാവ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. അരുൺ ഓടിച്ചിരുന്ന ബൈക്ക് നിർത്തിയിട്ടിരുന്ന മിനി ലോറിയിൽ ഇടിക്കുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് ഉഴവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിദേശത്ത് ജോലി ചെയ്തിരുന്ന അരുൺ അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു. അരുണിന്റെ ഭാര്യ കീർത്തിയെ വിദേശത്തേക്ക് പോകുന്നതിനായി വിമാനത്താവളത്തിൽ എത്തിച്ചതിന് ശേഷം തിരികെ എത്തി ഉഴവൂർ ടൗണിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 2-ന് വെളിയന്നൂരിലെ വീട്ടിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, പാല. പാലായിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. താഴത്തുവടകര സ്വദേശി ഇടമണ്ണിൽ സജിത്താണ് മരിച്ചത്. സജിത്തിനൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന കങ്ങഴ സ്വദേശികളായ ജിതിൻ പി തോമസ്, മുഹമ്മദ് നൌഫൽ എന്നിവരെ പരിക്കുകളോടെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. മരിച്ച സജിത്തിന്റെ മൃതദേഹം പാല ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിൽ. ഇവർ വിനോദയാത്ര പോയി വീട്ടിലേക്ക് മടങ്ങവെയാണ് അപകടം. പാമ്പാടി ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് കന്നുവെട്ടി കുറ്റികൾ റോഡിനെ കോട്ടയം മാന്തുരുത്തി PWD റോഡുമായി ബന്ധിപ്പിക്കുന്നിടത്തെ നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പ്രതിഷേധിച്ചു. കോട്ടയം മാന്തുരുത്തി PWD റോഡിൽ നിന്നും പഞ്ചായത്ത് റോഡിലേക്ക് കയറുന്നിടം കോൺക്രീറ്റ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കാതെ കിടക്കുന്നതിനാൽ നിത്യവും അപകടങ്ങൾ ഉണ്ടാകുന്നുവെന്നാരോപിച്ചാണ് നാട്ടുകാരുടെ പ്രതിഷേധം. പാമ്പാടി ഗ്രാമപഞ്ചായത്ത് കുറ്റിക്കൽ സെന്റ് തോമസ് സ്കൂളിന് സമീപത്തു കൂടി കന്നുവെട്ടിയിലേക്ക് പോകുന്ന റോഡാണ് അപകടക്കെണിയായി മാറിയിരിക്കുന്നത്. കോട്ടയം മാന്തുരുത്തി PWD റോഡിൽ നിന്നും കന്നുവെട്ടി റോഡിലേക്ക് കയറുന്ന ഭാഗത്താണ് ടാറിംഗ് നടത്താതെ കല്ലുകൊണ്ടുള്ള കലിങ്ക് തെളിഞ്ഞ് കുഴിയായി മാറിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ടാറിങ്ങിനോട് ചേർന്ന് 1.5 അടി താഴ്ചയിലുള്ള കട്ടിംഗ് അതേപടി നിർത്തിയാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. കുറ്റിക്കൽ കന്നുവെട്ടി പഞ്ചായത്ത് റോഡിലേക്ക് തിരിയുന്ന ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ഇരു റോഡുകളുമായി സുരക്ഷിതമായി കൂട്ടിമുട്ടിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ അധികൃതരുടെ അനാസ്ഥയാൽ അത് ചെയ്തിട്ടില്ല. നിരവധി അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കൂടാതെ ഈ വഴി പോകുന്ന വാഹനങ്ങളുടെ അടിഭാഗം തട്ടി കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. പഞ്ചായത്തിൽ നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയുമായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ആ സമയത്ത് ആ മോളിൽ നിന്ന് വേറൊരു വണ്ടി ഇറങ്ങി വരുന്നു. ഭയങ്കര ഒരു അപകട സാധ്യതയാണ്. അതിനേക്കഴിഞ്ഞും കൂടുതൽ സാധ്യതയാണ് ഇതിന്റെ 2 വശങ്ങളും. ശരിക്കും പറഞ്ഞാൽ അഗാധമായ ഗർത്തങ്ങളാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ടാറിങ് പോയി കഴിയുമ്പോൾ കുറച്ച് പൂഴിമണ്ണ് ഇറക്കി കുറേ കാലം ഞങ്ങൾ അങ്ങനെ ഉപദ്രവിച്ചായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു വലിയൊരു അപകട സാധ്യതയാണ്. ഇപ്പം അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികൾ അതിലെ പോരാൻ പറ്റുന്നില്ല. അത് കണ്ടാൽ അറിയാം. അതുണ്ടോ അവിടെ നിൽക്കുന്നുണ്ടോ? ഇതാണ് ഞങ്ങൾക്ക് ഈ റോഡ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. 10 അടി വീതിയിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഈ റോഡിൽ എതിരെ വാഹനങ്ങൾ വന്നാൽ സൈഡ് കൊടുക്കാൻ പോലും മാർഗമില്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ഏറ്റുമാനൂർ സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ സിഡ്കോ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങി. നിയമ, വ്യവസായ, കയർ വകുപ്പ് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള ചെറുകിട വ്യവസായ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. വാടകയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സിഡ്കോയുടെ മാർക്കറ്റിംഗ്, റോ മെറ്റീരിയൽ ഡിവിഷൻ ഓഫീസുകൾ സിഡ്കോയുടെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റി. വാടകയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സിഡ്കോയുടെ മാർക്കറ്റിംഗ്, റോ മെറ്റീരിയൽ ഡിവിഷൻ ഓഫീസുകൾ സിഡ്കോയുടെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനായും എസ്റ്റേറ്റ് ഡിവിഷന്റെ ഓഫീസിന് വേണ്ടിയും ഏറ്റുമാനൂർ വ്യവസായ എസ്റ്റേറ്റിൽ പുതിയതായി സ്വന്തം ചിലവിൽ പണികഴിപ്പിച്ച ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റേഷൻ സെന്റർ വ്യവസായികളുടെ പ്രശ്ന പരിഹാരത്തിനുള്ള ഏക കേന്ദ്രമായി വിപുലപ്പെടുത്തുകയാണ്. മന്ത്രി P. രാജീവ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിച്ചു. കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഫ്, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഫ് IAS, വ്യവസായ വകുപ്പ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആനി ജൂല തോമസ് IAS, ചെയർമാൻ ബോർഡ് ഓഫ് പബ്ലിക് സെക്ഷൻ ട്രാൻസ്ഫർമേഷൻ അജിത് കുമാർ, അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം, ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ റോസമ്മ സോണി, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻസ് വർഗീസ്, വാർഡ് മെമ്പർ ബിജു വലിയമല, കേരള സിഡ്കോ ചെയർമാൻ CP മുരളി, മാനേജിംഗ് ഡയറക്ടർ R. ശങ്കർ, ഹെഡ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം എബിൻ R, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് രൂപതയുടെ കീഴിലുള്ള 3 ഇടവകകളെ കൂടി ഫെറോനയായി പ്രഖ്യാപിച്ചു. കൊഴുവനാൽ, കടപ്ലാമറ്റം, കൂത്താട്ടുകുളം ഇടവകകളെയാണ് ഫെറോനകളാക്കി. പാലാ രൂപതയ്ക്ക് അഭിമാനം. 3 ഇടവകകൾ കൂടി ഫെറോന ദേവാലയമായി പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം മാർ ജോസഫ് കല്ലറങ്ങാട്ട് നടത്തി. പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് 3 ഇടവകകളെ കൂടി ഫെറോനകളായി പ്രഖ്യാപിച്ചു. കൊഴുവനാൽ, കടപ്ലാമറ്റം, കൂത്താട്ടുകുളം എന്നീ ഇടവകകളെയാണ് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഫെറോന ഇടവകകളായി പ്രഖ്യാപിച്ചത്. ഓരോ കുർബാനയും ഓരോ ബന്ധക്കുസ്തായാണെന്നും ഓരോ കുർബാനകളും കഴിയുമ്പോൾ റീചാർജബിളായ ബാറ്ററികൾ പോലെ അരൂപയിൽ നിറഞ്ഞാണ് വിശ്വാസികൾ ഭവനങ്ങളിലേക്ക് മടങ്ങുക എന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. വിവിധ ഫെറോനകളിൽ രൂപതാ ചാൻസലർ ഫാദർ ജോസഫ് കുറ്റ്യാങ്കൽ ഔദ്യോഗികമായ പ്രഖ്യാപനം വായിച്ചു. കൊഴുവനാലിൽ വികാരി ഫാദർ ജോസ് നിലയ്ക്കത്തെരുവിലിനെ ഫെറോന വികാരിയായി നിയമിച്ചു. അൽഫോൻസാഗിരി, മണലിങ്കൽ, കാഞ്ചനമറ്റം, കരിമ്പാനി, മഞ്ഞാമറ്റം, മറ്റക്കര, ഉരുളികുന്നം, പൈക, മൂഴൂർ എന്നീ ഇടവകകളാണ് പുതിയ ഫെറോനയിൽ ഉണ്ടാവുക. ഫാദർ ജോസഫ് മുളഞ്ഞനാനിലാണ് കടപ്ലാമറ്റം ഫെറോന വികാരി. മംഗളാരം, കൂടല്ലൂർ, വായല, മരങ്ങാട്ടുപള്ളി, പാലക്കാട്ടുമല, പാളയം എന്നീ ഇടവകകളാണ് കടപ്ലാമറ്റം ഫെറോനയിലുള്ളത്. മുഖ്യ വികാരി ജനറൽ ഡോക്ടർ ജോസഫ് തടത്തിൽ, മോൺസിഞ്ഞോർമാരായ ജോസഫ് മലയപ്പറമ്പിൽ, സെബാസ്റ്റ്യൻ വേത്താനത്ത്, ജോസഫ് കണ്ണിയോടിക്കൽ തുടങ്ങിയവരും പ്രഖ്യാപന വേളയിൽ സന്നിഹിതരായിരുന്നു. മറ്റു ഇടവകകളിലെ വികാരിമാരും വിശ്വാസ സമൂഹവും വൈദികരും സന്യസ്തരും പ്രഖ്യാപനത്തിന് എത്തിച്ചേർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. കരൂർ ഗ്രാമപഞ്ചായത്ത് തൊണ്ടിയോടി ചെറുപാടശേഖരത്തിലെ യന്ത്രവൽകൃത നെൽകൃഷിക്ക് തുടക്കമായി. തൊണ്ടിയോടി ചെറുനില പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. യന്ത്രവൽകൃത നെൽകൃഷിയുടെ ഉദ്ഘാടനം നടന്നു. കരൂർ പഞ്ചായത്തിന്റെ തൊണ്ടിയോടി ചെറുനില പാടശേഖരത്തിലാണ് യന്ത്രവൽകൃത നെൽകൃഷിയുടെ ഉദ്ഘാടനം നടന്നത്. കാർഷിക യന്ത്രത്തിലൂടെ ഉൽപാദന ചെലവ് ലഘൂകരിക്കാനും തൊഴിലാളി ദൗർലഭ്യം പരിഹരിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കരൂർ കൃഷിഭവന്റെ സഹായത്തോടെ തൊണ്ടിയോടി ചെറുനില പാടശേഖരത്ത് പദ്ധതി നടപ്പാക്കിയത്. 90 ദിവസം വിളദൈർഘ്യമുള്ള വനരത്ന ഇനം നെൽവിത്ത് ഞാറ്റടികൾ സീഡ് ട്രേയിൽ തയ്യാറാക്കി 15 ദിവസത്തെ വളർച്ചയെത്തിയതിനു ശേഷമാണ് നടീൽ വസ്തുവായി ഉപയോഗിച്ചത്. ഇതുമൂലം 75 ദിവസങ്ങൾക്കുള്ളിൽ നെല്ല് വിളവെടുപ്പിന് ഭാഗമാകും. ഞാറുനടീൽ യന്ത്രം ഉപയോഗിച്ചുള്ള കൃഷിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ നിർവഹിച്ചു. പ്രദേശത്തെ നെൽകൃഷി യന്ത്രവൽക്കരിക്കുന്നതിനായി ആവശ്യമായ എല്ലാ പിന്തുണയും പഞ്ചായത്തിൽ നിന്ന് നൽകുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജു വെട്ടത്താട്ട് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സമ്മ തങ്കാച്ചൻ, പഞ്ചായത്ത് മെമ്പർമാരായ പ്രിൻസ് അഗസ്റ്റിൻ, ഗിരിജ ജയൻ, ഇടനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സജി MD, പാടശേഖര സമിതി അംഗം സന്തോഷ്, കൃഷി ഓഫീസർ പരീദിൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബീന, പ്രൊഫസർ ലീനി എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളും മുതിർന്നവരുമടക്കം വളരെയധികം പേർ യന്ത്രവൽകൃത കൃഷിരീതി കാണാൻ പാടശേഖരത്തിൽ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച റെഡി ടു കുക്ക് പച്ചക്കറി എന്ന സംരംഭം വൻ വിജയത്തിലേക്ക്. വീട്ടമ്മമാരുടെ പാചകം എളുപ്പമാക്കുന്നതിനും വിഷരഹിതമായ പച്ചക്കറികൾ നാട്ടുകാരിൽ എത്തിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരമൊരു സംരംഭത്തിന് തുടക്കമിട്ടതെന്ന് ബാങ്ക് ഭരണസമിതി അറിയിച്ചു. പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പാമ്പാടി കാളച്ചന്തയിലെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആരംഭിച്ച റെഡി ടു കുക്ക് എന്ന സ്ഥാപനം വൻ വിജയമാകുന്നു. തിരക്കേറിയ ജീവിതത്തിൽ വീട്ടമ്മമാർക്കൊരു കൈത്താങ്ങ് എന്ന രീതിയിലാണ് സംരംഭം തുടങ്ങിയിരിക്കുന്നത്. ശുദ്ധമായ പച്ചക്കറികൾ കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങിയും പൊതുവിപണിയിൽ നിന്നും വാങ്ങിയും അരിഞ്ഞ് പാക്കറ്റുകളിലാക്കിയാണ് ഇവിടെ എത്തിക്കുന്നത്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, വിനാഗിരി എന്നിവ ചേർത്ത് കഴുകി ശുദ്ധമാക്കിയാണ് പച്ചക്കറികൾ പാക്ക് ചെയ്യുന്നത്. അവിയൽ കൂട്ട്, സാമ്പാർ കൂട്ട്, പയർ, ക്യാബേജ് തോരൻ കിറ്റ്, തേങ്ങ ചുരണ്ടിയത്, ചക്ക അരിഞ്ഞത്, അങ്ങനെ ദൈനംദിനം ഉപയോഗിക്കുന്ന എല്ലാ സാധനവും മിതമായ വിലയിൽ പാകം ചെയ്യാൻ തയ്യാറാക്കി നൽകുന്നു. നാടിന്റെ സമ്പൂർണ്ണ ആരോഗ്യ സംരക്ഷണം എന്ന ലക്ഷ്യത്തോടെയാണ് പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് VM പ്രദീപ് പറഞ്ഞു. ഒരു നാടിന്റെ ആരോഗ്യമാണ് ഒരു പ്രദേശത്തിന്റെ വികസനം എന്ന കാഴ്ചപ്പാടായിട്ട് നമ്മൾ വിലയിരുത്തുന്നത്. ആ അർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ശുദ്ധമായ പച്ചക്കറി എങ്ങനെ കൊടുക്കാമെന്നായിരുന്നു ഞങ്ങളുടെ ബോർഡിൻ്റെ ആലോചന. അതിൻ്റെ ഭാഗമായിട്ട് അവിയൽ കൂട്ട്, സാമ്പാർ കൂട്ട്, അതുപോലെ തന്നെ വിവിധതരം പച്ചക്കറികൾ അരിഞ്ഞത്, തേങ്ങ ചുരണ്ടിയത് തുടങ്ങിയ രീതിയിൽ റെഡി ടു കുക്ക് എന്ന പേരിൽ ആളുകൾക്ക് ഇത് വളരെ വേഗതയിൽ അവരുടെ വീടുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കണമെന്ന് ഭരണസമിതി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പച്ചക്കറി റെഡി ടു കുക്ക് എന്ന ഈ സംരംഭം ഞങ്ങൾ ആരംഭിച്ചത്. കൂടാതെ ഈ സംരംഭം തുടങ്ങിയതോടെ പഞ്ചായത്തിലെ തൊഴിൽ രഹിതരായ 4 വനിതകൾക്ക് സ്ഥിരം വരുമാനം ഉണ്ടാക്കാനും സാധിക്കുന്നു എന്നത് ഈ സംരംഭത്തിന്റെ നേട്ടമാണെന്ന് ബാങ്ക് വൈസ് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. ദിവസവും പച്ചക്കറികൾ വാങ്ങി അത് ശുദ്ധീകരിച്ച് ഉപ്പ്, മഞ്ഞൾ, വിനാഗിരി എന്നിവ ഉപയോഗിച്ച് കഴുകി ശുദ്ധീകരിച്ച് നമ്മൾ അവിടെ അരിഞ്ഞ് പാക്കറ്റുകളാക്കി കൃത്യമായി തൂക്കത്തോടുകൂടി അതിൻ്റെ ലേബലുകൾ സഹിതം ഒട്ടിച്ച് ആണ് ഈ പച്ചക്കറി കിറ്റുകൾ ഇവിടെ തയ്യാറാക്കുന്നത്. കൂടാതെ നമ്മുടെ വനിതകൾക്ക്, തൊഴിലില്ലാത്ത വനിതകൾക്ക്, ഒരു 4 വനിതകൾക്ക് ഒരു തൊഴിൽ സാധ്യത കൂടെ ഇത് ഞങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇതുകൊണ്ട് ചെയ്തിരിക്കുന്നത്. ഇത് നാട്ടിലെ വളരെയധികം ആളുകൾ ഞങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് വളരെയധികം കമൻറ്റുകൾ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്.
നല്ല രീതിയിൽ അത് പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നുണ്ട്. കേരളത്തിലെ സഹകരണ സംരംഭങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ശുദ്ധമായ മറ്റ് വിഭവങ്ങളും ഇവിടെ ലഭിക്കുന്നു. മറയൂർ ശർക്കര, റെഡ്കോയുടെ കറി പൗഡറുകൾ, സഹ്യ ചായപ്പൊടി, ഗീർ പശുക്കളുടെ പാല്, തൈര്, നെയ്യ്, ചക്കപ്പഴ ചിപ്സ്, കദളിപ്പഴ ഹൽവ, അങ്ങനെ പോകുന്നു വിഭവങ്ങൾ. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. കേരള ചിക്കൻ, ഫ്രോസൺ ചിക്കൻ പ്രൊഡക്ട്സിന്റെ പുതിയ ഔട്ട്ലെറ്റ് വാഴൂരിൽ പ്രവർത്തനം തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് വെട്ടുവേലിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. പ്രിയപ്പെട്ട ശങ്കരൻകുട്ടി ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ വാഴൂരിലെ ജനങ്ങൾക്ക് അത് വളരെ ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആശിക്കുന്നു. ഈ സംരംഭം അനുദിനം പുരോഗതിയിലേക്ക് പോകാൻ കഴിയട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധമായ മംഗളങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് കുറിച്ചിരിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലായിൽ വ്യത്യസ്തമായ വാഹനാപകടങ്ങളിൽ 2 ജീവൻ പൊലിഞ്ഞു. ഉഴവൂരിൽ ബൈക്ക് മിനി ലോറിയിൽ തട്ടി യുവാവ് മരിച്ചു. ഉഴവൂരിന് സമീപം പിഴകിൽ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടമായത് കങ്ങഴ സ്വദേശി സജിത്തിന്. പാമ്പാടി കുറ്റിക്കലിൽ PWD റോഡ് നിർമ്മാണത്തിലെ അപാകത. നാട്ടുകാർ പ്രതിഷേധത്തിൽ. അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഏറ്റുമാനൂർ സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ സിഡ്കോ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റേഷൻ സെന്റർ തുറന്നു. മാർക്കറ്റിംഗ്, റോ മെറ്റീരിയൽ ഡിവിഷനുകൾ മാറ്റും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.